അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മുസ്ലിയാരുടെ ചോദ്യം ആദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. മരിച്ചതോടുകൂടി ഒരു മനുഷ്യന്റെ കഴിവ് മുഴുവൻ അവസാനിച്ചു എന്ന് പറയുന്ന ഒരു ആയത്ത് ഹദീസ് കൊണ്ടുവരി. മരിച്ചതോടുകൂടി ഒരു മനുഷ്യന്റെ കഴിവ് മുഴുവൻ അവസാനിച്ചു എന്ന് പറയുന്ന ഒരു ആയത്ത് ഹദീസ് കൊണ്ടുവരി. മരിച്ചതോടുകൂടി മനുഷ്യന്റെ കഴിവ് അവസാനിച്ചു എന്ന് പറയുന്ന ആയത്താ മൂപ്പർക്ക് കിട്ടേണ്ടി എന്നാ കേട്ടോ. അള്ളാഹു ഖുർആനിൽ പറയുന്നു. അള്ളാഹു എന്താ പറയുന്നത്? ആദ്യം തന്നെ പറയുന്നത് കേട്ടോ. ഫഅമാതഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു. മുസ്ലിയാക്കന്മാർക്ക് വേണ്ടി അവതരിപ്പിച്ച ആയത്താ ഇത് കേട്ടോ. ആർക്ക് വേണ്ടി? ലോകത്തുള്ള മുസ്ലിയാക്കന്മാർ കേൾക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി മരിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന്, ഖബറിലുള്ള അവസ്ഥ പറഞ്ഞു തരാൻ ലോകത്ത് ഒരുത്തനും കഴിയില്ലല്ലോ, ഈ ഭൂമിയിൽ ഒരുത്തനും കഴിയില്ല. അത് അള്ളാഹു തന്നെ പറയണം. അള്ളാഹു പറയുന്നത് നോക്ക്. ഇത് കേൾക്കേണ്ടത് ആരാന്നറിയോ? മുസ്ലിയാക്കന്മാരാ. ഭൂമിയിൽ ഒരുത്തം കേട്ടിട്ടില്ലെങ്കിലും ഇത് മുസ്ലിയാക്കന്മാർക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് ഇത് കേൾക്കും മനസ്സിലാവും. എന്താണ് പറയുന്നത്? ഫഅമാതഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു. മിയത്ത ആമിൻ, എത്ര കൊല്ല? 100 കൊല്ലം അദ്ദേഹത്തെ മരിപ്പിച്ചു ഖബറിൽ കിടത്തി. ആരാ? ഒരു സാധാരണക്കാരൻ, ഒരു ഇബ്രാഹിക്കാനി, ഒരു പോക്കർക്കാനി ഒന്നല്ല. 100 കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹു ഖബറിൽ എണീപ്പിച്ചിട്ട് കൊണ്ടുവന്നാൽ ഓനോട് ചോദിക്കുമ്പോൾ നമ്മളെന്താ പറയുക? ഓരാ പറയുന്നത് അങ്ങനെ ഇങ്ങ് വിശ്വസിച്ചൂടാ. നമുക്കറിയാം ഓർ പണ്ടേ അങ്ങനത്തെ ആളാ. എന്നൊന്നും പറയാൻ ഒരവസരവും നൽകാതെ അള്ളാഹു ആര്യ മരിപ്പിച്ചത്? മരിച്ചുപോയ അമ്പിയാവുലിയാക്കന്മാർ കേൾക്കും എന്നാണല്ലോ മൊയ്ലമാരുടെ വിശ്വാസം. ഇതിവിടെ മരിപ്പിച്ചത് ഉസൈർ നബി അലൈഹി ഇസ്ലാമിനെയാണ്. 100 കൊല്ലം ഖബറിൽ കിടത്തി. എത്ര? അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞു എത്ര കൊല്ലാ മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന എത്ര കൊല്ലായി? 100 കൊല്ലം. സുമ്മ, പിന്നെ ബഅസ്സുഹു, അദ്ദേഹത്തെ ഖബറിൽ നിന്ന് എണീപ്പിച്ചു. മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഖുർആനിൽ അവതരിപ്പിച്ച ആയത്തായത്. മുസ്ലിയാക്കന്മാർക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ആയത്ത്. അള്ളാഹു ആദ്യം പറഞ്ഞു എത്ര കൊല്ലാ ഖബറിൽ കിടത്തി? മരിച്ചിട്ട് എത്ര കൊല്ലായി? 100 കൊല്ലായി. 100 കൊല്ലത്തിന് ശേഷം അദ്ദേഹത്തെ എണീപ്പിച്ചു. കാല, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു. ശരിക്കും ശ്രദ്ധിച്ച മൗലമാരെ. കാല കം ലബിസ്ത, നീ എത്ര കാലായി? ഉസൈർ നബിയെ എത്ര കാലായി ഖബറിൽ കിടക്കുന്നത്? ഉസൈർ നബിയുടെ മറുപടി, മൗലമാരെ കേട്ടോ, ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കാൻ കഴിയും. കാല ലബിസ്തു, ഞാൻ ഖബറിൽ കിടന്നത്, ശരിക്ക് കേട്ട മൗലമാരെ. അള്ളാഹ് ആദ്യം തന്നെ പറഞ്ഞു നിനക്ക് എത്ര കാലാണ് ഖബറിൽ കിടന്നത്, എത്ര കാലത്തിന് ശേഷമാണ് ഈ നബിയെ എണീപ്പിക്കുന്നത്, പുനർജീവിപ്പിക്കുന്നത് എത്ര കൊല്ലത്തിന് ശേഷമാണെന്ന് അള്ളാഹു ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഉസൈർ നബി പറയുന്നത് നോക്ക്, എത്ര കൊല്ലായി? കാല ലബിസ്തു, ഞാൻ ഖബറിൽ താമസിച്ചത് യൗമൻ. മൊയ്ലേറെ കേട്ടോ, എത്ര കൊല്ലം അള്ളാഹു പറഞ്ഞ്? 100 കൊല്ലം. ഉസൈർ നബി എന്താ പറയുന്നത്? യൗമൻ, ഒരു ദിവസം. ഔ ബാല യൗമിൻ, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറഞ്ഞ ഭാഗമേ ഞാൻ ഖബറിൽ കടന്നിട്ടുള്ളൂ. അള്ളാഹു പറയാണ് ഉസൈർ നബിയോട്. എന്താ പറയുന്നത്? കാല ബൽ, അങ്ങനെയല്ല ഉസൈർ നബിയെ. പിന്നെ കാല ബൽ ലബിസ്ത, താങ്കൾ ഖബറിൽ കിടന്നത് മിയത്ത ആമിൻ, 100 കൊല്ലം കിടന്നിട്ടുണ്ട്. മൗലമാരെ ഷഹാദത്ത് കലിമ ചൊല്ലി, ലോകത്തുള്ള മൗലമാരെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചോളി. ഒരു നബീന്റെ അവസ്ഥയായി പറയുന്നത്. ഒരു അമ്പിയുടെ അവസ്ഥ, ഔലിയാക്കന്മാരല്ല, അമ്പിയാക്കളുടെ അവസ്ഥയായി പറയുന്നത്. 100 കൊല്ലം അള്ളാഹു മരിപ്പിച്ച് കിടത്തിയിട്ട് 100 കൊല്ലത്തിന് ശേഷം ആ നബിയെ എണീപ്പിച്ച് കവർന്ന് കൊണ്ടുവന്നിട്ട്
നബിയോട് അള്ളാഹ് ചോദിക്കുവാണ് എത്ര നാളായി കിടക്കുന്നത്. നബി എന്താ പറഞ്ഞ്? യൗമൻ, ഒരു ദിവസം, ഔ ബാല യൗമിൻ, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറഞ്ഞ ഭാഗമാണ് ഞാൻ കബറിൽ കിടന്നിട്ടുള്ളൂ. മൊയ്ലിയന്മാരെ, ഈ മൊയ്ലിയാർ ചോദിച്ച ചോദ്യം എന്തേനു? എന്താ മൊയ്ലിയാർ ചോദിച്ച്? ഇസ്ലാം ഒരു മതമല്ല. ഇല്ല, മൊയ്ലിയാർ എന്താ ചോദിക്കുന്നതെന്ന് കേട്ടാ? മരിച്ചതോടുകൂടി ഒരു മനുഷ്യന്റെ കഴിവ് മുഴുവൻ അവസാനിച്ചു എന്ന് പറയുന്ന ഒരു ആയത്ത് ഹദീസ് കൊണ്ടുവരി. ഒന്നുകൂടി കേട്ടാ, ഒന്നുകൂടി കേട്ടാ, കഴിവ് മുഴുവൻ ഒന്നുകൂടി കേട്ടാ. മരിച്ചതോടുകൂടി ഒരു മനുഷ്യന്റെ കഴിവ് മുഴുവൻ അവസാനിച്ചു എന്ന് പറയുന്ന ഒരു ആയത്ത് ഹദീസ് കൊണ്ടുവരി. എങ്ങനെ എത്ര നാളായി? 100 കൊല്ലായി മരിച്ചു കിടക്കുന്ന ഒരു നബി, എന്നിട്ട് ഭൂമിയിലുള്ള ഒരു സംഭവം അറിയില്ല. 100 കൊല്ലം കിടന്നിട്ട് ഒരു ദിവസമാണോ അല്ല ഒരു ദിവസത്തിന്റെ കുറഞ്ഞ ഭാഗമാണോ കവറിൽ കിടന്ന് എന്ന് ആ നബിക്ക് അറിയില്ല. ഇപ്പൊ ഉത്തരം കിട്ടിയ മതിയേറെ. ഒരായത്ത് കൊണ്ടുവരാൻ പറഞ്ഞില്ല, ആയത്തില്ല. ഇനി നിങ്ങൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചൂടെ? ലോകത്തുള്ള മൗലവിമാരെ ഇങ്ങൾക്കെല്ലാം ഷഹാദത്ത് കലിമ ചൊല്ലി ഇനി ഇസ്ലാം മതം സ്വീകരിച്ചൂടെ? മരിച്ചവര് കേൾക്കും, മരിച്ചവര് സഹായിക്കും എന്ന് പറഞ്ഞ് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, മരിച്ചവരോട് സഹായം തേടുന്ന മൗലവിമാരെ, നിങ്ങൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കാൻ ഇതിലും നല്ലൊരവസരം ദുനിയാവിൽ നിന്ന് എനിക്ക് കിട്ടൂല. ഓക്കെ, അസ്സലാമു അലൈക്കും.